എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഒരു പെൺകുട്ടിയുടെ കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന സെക്സ് ഓർഗൻ ഏതാണ്? അപ്പം ഞാൻ പറയുന്നത് അവരുടെ മനസ്സാണ്. അതിനുശേഷമേ ബാക്കിയത്. അതൊരു അബ്സ്ട്രാക്റ്റ് ആണ്. അത് കണ്ടെത്താൻ പറ്റുന്ന ഒരാൾ സെക്സിൽ നല്ല വിജയിക്കും. വെറും സെക്സ് എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. അത് നമുക്കിപ്പോൾ പൈസ കൊടുത്തിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെയാണെങ്കിലും ഇവിടെ അതല്ല. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചേർന്നാണ്. ഒരു ഹസ്ബൻഡും വൈഫും കൂടെ ഒരു ബീച്ചിൽ പോയിട്ട് ഒറ്റയ്ക്ക് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് പോയി ഇരുന്നിട്ട് മുഖത്തോട് മുഖം നോക്കി കുറച്ച് നേരം ഇരിക്കുന്നതിനകത്തും സെക്സ് ഉണ്ട്. ഒരു കിച്ചണിൽ പോയി നിന്ന് വർക്ക് ചെയ്യുന്ന ഒരു ഭാര്യയുടെ അടുത്ത് പോയി സമാധാനമായിട്ട് സന്തോഷമായിട്ട് നിൽക്കുന്ന ഒരു ഹസ്ബൻഡ് കൂടെയുണ്ട്. അവിടെയും ഒരു സ്നേഹവും ഒരു കരുതലും ഒരു സെക്സിന്റെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ളതാണ് സത്യം. അതെല്ലാം കൂടെ അവസാനം ഈ സെക്സിന് പോകുമ്പോൾ അത് പ്രതിഫലിക്കുകയും ചെയ്യും. അപ്പോൾ ഈ സെക്സ് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു സംഭവമാണ്. എന്നാൽ അത് പലരും വളരെ മിനിമമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഒരു വ്യക്തിയെ മനസ്സിലാക്കുക, ആ പാർട്ട്ണറെ നമ്മൾ ഇഷ്ടപ്പെടുക, മനസ്സിലാക്കുക. ഇഷ്ടപ്പെടുക എന്നുള്ള ഇഷ്ടമില്ലെങ്കിലും കുഴപ്പങ്ങൾ വേറെ ഉണ്ടാവും. രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കും ഇഷ്ടമില്ലാത്ത രീതിയിൽ. അപ്പോൾ ഇഷ്ടപ്പെടുക, സ്നേഹിക്കുക, കരുതൽ കൊടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, തുറന്ന് പറയാനുള്ള വേദി ഉണ്ടാവുക. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ കുടുംബജീവിതം നന്നാവും, സെക്ഷൽ ലൈഫ് നന്നാവും.